എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകളും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകളും വിദ്യാർത്ഥികൾക്ക് ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ട് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടാതെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അലോട്ട്മെൻറ്റിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ജൂലൈ 4-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് വഴി നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജില്ലയിൽ മാത്രം അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് കൂടി ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങൾ പുതുതായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകുകയും അതിനുശേഷം പിന്നീട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് അതായത് ഇവിടെ നിങ്ങളുടെ സ്കീം ചോദിക്കുന്നുണ്ട്. ഈ വർഷം SSLC പാസ്സായവർ ആണെങ്കിൽ 2023-24 എന്നുള്ളതാണ്. CBSE ICSE അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ കറക്റ്റായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് മാറിപ്പോവരുത്. കാരണം മാറിപ്പോയാൽ നിങ്ങൾക്ക് അത് അഡ്മിഷനെ ഒക്കെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ കറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സ്കൂൾ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സംശയത്തിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ രജിസ്ട്രേഷൻ നമ്പർ, മാർക്ക്, അതുപോലെ മാർക്കല്ല മന്ത് ഓഫ് പാസ്, അതുപോലെ ഇയർ ഓഫ് പാസ്, ഡേറ്റ് ഓഫ് ബർത്ത് നൽകുമ്പോൾ മാറിപ്പോയത് ആദ്യം ഡേ അതുപോലെ തന്നെ പിന്നീട് മാസം പിന്നീട് ഇയർ എന്നിവയാണ് നൽകേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ, ഈ ഒരു അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ നമ്പർ ട്രാൻസ്ഫർ ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായാലും ഈ ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ്. കാരണം അതിലേക്ക് OTP വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിൻ്റെയോ മൊബൈൽ നമ്പർ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് 2 തവണ നൽകി നിങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നൽകുന്നത്, ഈ ഒരു സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടാണോ അല്ലെങ്കിൽ സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് വഴിയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെയാണോ എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച കൂടി നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഫോണിലേക്ക് OTP സെൻഡ് ചെയ്യാനായിട്ട് സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP ഈ ഒരു പേജിൽ നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് പാസ്വേഡ് നൽകാനുള്ള ഭാഗം വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 തവണ സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം ആ ഒരു പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് കാണാം. അത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയും അതുപോലെ ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം താഴെയായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കണ്ടുള്ള ആ ഒരു പാസ്വേഡും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും കറക്റ്റായിട്ട് കൊടുത്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അതായത് ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ നമ്പറാണ് യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് യൂസർ നെയിം കൊടുത്തു, അതിനുശേഷം പാസ്വേഡ് കൊടുത്തു. അതുപോലെ ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു ആ ഒരു ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്ന് കാണും. അപ്പോൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അത് സമർപ്പിക്കാൻ സാധിക്കാതല്ല അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ അവർ ഈ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP ചോദിക്കും. അപ്പോൾ ആ ഒരു OTP നൽകുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് എവിടെയാണ് തെറ്റുള്ളത് അതൊക്കെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഓപ്ഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികളും ഇതേ രീതിയിൽ തന്നെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വിവരങ്ങൾ പരിശോധിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുകയും അതുപോലെ തന്നെ പുതുതായിട്ട് ഓപ്ഷൻസ് പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഓപ്ഷൻസ് നൽകുകയും ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ ഒരു വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി
വിദ്യാർത്ഥികളോട് പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് കരുതുക. അപ്പോൾ എനിക്കിപ്പോൾ ആ ഒരു ജില്ലയിലെ എല്ലാ സ്കൂളുകളിലേക്കും ഓപ്ഷൻസ് വെക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഗേൾസ് സ്കൂളുണ്ട്. അതുപോലെ ഗേൾസ് സ്കൂളിൽ ബോയ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബോയ്സ് സ്കൂളിൽ ഗേൾസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ കോ എഡ്യൂക്കേഷനിൽ രണ്ടുപേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കൂളിൻ്റെ പേരും കോഡും, അതുപോലെ സ്കൂളിൻ്റെ ജെൻഡർ, ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്നതാണെങ്കിൽ കോ എഡ്യൂക്കേഷൻ, ഗേൾസ് മാത്രമാണെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമാണ്, ബോയ്സ് സ്കൂളാണെങ്കിൽ ആ ഒരു ബോയ്സിന് മാത്രമാണ് പഠിക്കാൻ പറ്റുക, അതായത് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് പറയുന്നുണ്ട്, ഏത് കോഴ്സാണ് അവിടെ ആ ഒരു വേക്കൻസി ഉള്ളത്, അതുപോലെ ഏത് കാറ്റഗറി സീറ്റാണ്, അതുപോലെ തന്നെ എത്ര സീറ്റ് വീതമാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ കോഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കേണ്ടതാണ്. കോഴ്സ് ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കി വെക്കണം എന്നുള്ള കാര്യം നിങ്ങളോട് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നത് 2 സ്കൂളുകൾ കോ എഡ്യൂക്കേഷൻ വിഭാഗത്തിലും അതുപോലെ ബോയ്സ് സ്കൂളുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേൾസിനാണെങ്കിൽ ഗേൾസ് സ്കൂൾ കൂടി വെക്കാം, ബോയ്സ് സ്കൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഗേൾസിനാണെങ്കിൽ ഈ ഒരു കോ എഡ്യൂക്കേഷനും ഗേൾസ് സ്കൂളും അപ്ലൈ ചെയ്യാൻ പറ്റും, ബോയ്സിനാണെങ്കിൽ കോ എഡ്യൂക്കേഷനും അതുപോലെ ബോയ്സ് സ്കൂളും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ, അതായത് നിങ്ങൾക്ക് വേണ്ട, അതായത് ഈ ഒരു ആദ്യത്തെ ലിസ്റ്റ് തൊട്ട് നിങ്ങൾ നോക്കുക. അതായത് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ജനറൽ സീറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ജനറൽ കാറ്റഗറി. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് LC, SI, UC, ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് ആ ഒരു സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഹിന്ദു OBC ആ ഒരു വിഭാഗത്തിൻ്റെ സീറ്റിൽ അവർക്ക് മാത്രമാണ്, അതായത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ SC വിഭാഗത്തിൻ്റെതായിട്ടുള്ള വേക്കൻസിയിൽ അവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഉള്ളവർക്ക് അവർക്ക് മാത്രമാണ്, കുടുംബ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ ആ ഒരു വേക്കൻസിയിലേക്ക്. അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണെങ്കിൽ അവർക്ക് മാത്രമേ ആ ഒരു വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അതിലേക്കും അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി സീറ്റിലേക്കുമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു ആദ്യത്തെ സ്കൂൾ, അതായത് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. അപ്പോൾ 1001 എന്നാണ് ആ സ്കൂളിലെ കോഡ്. കോ എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ അവിടെ ബയോളജി സയൻസ് ആണ്. അപ്പോൾ ബയോളജി സയൻസ് എന്ന് ജസ്റ്റ് ഞാൻ രേഖപ്പെടുത്തുന്നു, അത് ബയോളജി സയൻസ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ എനിക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് അടുത്ത ആ ഒരു കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബോയ്സ് സ്കൂളാണ് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് നോക്കുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതൊക്കെ ഗേൾസ് സ്കൂളാണ്. അപ്പോൾ അവിടെ ഗേൾസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അതായത് ഞാനിപ്പോൾ ഒരു SC കാറ്റഗറി ആണെന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സ്കൂൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഗവൺമെൻറ് HSS കിളിമാനൂർ, അതായത് ഈ ഒരു 1005 എന്നാണ് ആ സ്കൂളിൻ്റെ കോഡ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം SC വിഭാഗത്തിനായിട്ട്, അതായത് ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, അതായത് ബയോളജി സയൻസിൽ ഈ ഒരു സീറ്റ് വാക്കൻസി ഉണ്ട്. അപ്പോൾ അവിടെ ബയോളജി സയൻസിൽ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു സെയിം സ്കൂളിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ ജനറൽ കാറ്റഗറിയിൽ ഹ്യൂമാനിറ്റീസിന് സീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഹ്യൂമാനിറ്റീസിന്, അതായത് ഹിസ്റ്ററി, അതായത് ആ ഒരു കോഴ്സിൻ്റെ കോഡ് 10 അപ്പോൾ അത് കറക്റ്റായിട്ട് കോഡ് ഒരു കറക്റ്റായിട്ട് അതിൽ എഴുതുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ഒരു സ്കൂള്. അടുത്ത സ്കൂളിൽ ആ സെയിം സ്കൂളിൽ തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റഡീസ്, അതായത് കൊമേഴ്സിന് ജനറൽ കാറ്റഗറി 2 സീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു ലിസ്റ്റ് കൂടി തയ്യാറാക്കുന്നു. അതുപോലെ ആ ഒരു സ്കൂൾ ഏതാണെന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിൽ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, കാരണം മാറിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ സ്കൂളുകളുടെ വേക്കൻസിയും കറക്റ്റായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കൂളുകളുടെ വേക്കൻസിയും കറക്റ്റായിട്ട് എഴുതി വെക്കുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സയൻസാണ് താല്പര്യം ഉള്ളതെങ്കിൽ ആ ഒരു സ്കൂളിൻ്റെ പ്രയോറിറ്റി ബേസിൽ ആദ്യം എല്ലാ സയൻസ് വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്കും ഞാൻ ഓപ്ഷൻസ് ആക്കി ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, അതിൽ ലിസ്റ്റ് വെക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ്, പിന്നീട് കൊമേഴ്സ് ഉള്ള സ്കൂൾ, പിന്നീട് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ഉള്ള സ്കൂൾ, ഈ ഒരു രീതിയിൽ ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അതായത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം ഓപ്ഷൻ വെക്കേണ്ടത്, അല്ലാതെ ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ സയൻസ് ഒക്കെ ആയിരിക്കും പഠിക്കാൻ താല്പര്യം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സയൻസ് ആയിരിക്കണം മുൻഗണനാക്രമത്തിൽ നൽകേണ്ടത്, അല്ലാതെ ഈ ഒരു ഹ്യൂമാനിറ്റീസ് കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് താല്പര്യമെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കാം. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷമായിരിക്കും എനിക്ക് ആ ഒരു കോഴ്സ് വേണ്ടായിരുന്നു, ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു കൊടുത്തത് എന്നുള്ളത് പറയാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.